ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ, ലോക പ്രണയ ദിനം. മനുഷ്യനുണ്ടായത് മുതൽ പ്രണയമുണ്ടായി. സകല ജീവജാലങ്ങൾക്കും പ്രണയത്തെ അംഗീകരിക്കാതെ വയ്യ, അനുസരിക്കാതെ വയ്യ. കണക്കില്ലാത്ത പ്രണയകഥകളും കവിതകളും സിനിമകളും മനുഷ്യന് മാത്രം സ്വന്തം. യൗവനത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴും പ്രേമം സാധ്യമെന്ന് അനുഭവസ്ഥർ. 60 കഴിഞ്ഞ ആരുടെയോ ഭാര്യയും ആരുടെയോ ഭർത്താവും 100 ദിവസത്തിനപ്പുറം തിയേറ്റർ നിറഞ്ഞോടുന്ന സിനിമാ കഥയായി പ്രേമിക്കുന്നത് കാണുമ്പോൾ പ്രായവും ഭാഷയും നോക്കാതെ പ്രേമിക്കാൻ തോന്നുന്നിടത്താണ് ഈ പ്രണയമെന്ന അത്ഭുതത്തിൻ്റെ വിജയം എന്ന് വ്യക്തമാകും. ഇത് പറയുമ്പോഴും സദാചാരത്തിൻ്റെ കറുത്ത കമ്പളത്തിനുള്ളിൽ ഈ പ്രണയത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതും മനുഷ്യൻ തന്നെയായിരിക്കും. സ്വാർത്ഥതയുടെ ചെറിയ വട്ടച്ചുവരിനുള്ളിൽ ജീവിതങ്ങളെ ജോഡിയാക്കി പൂട്ടിയിടുമ്പോൾ മരണപ്പെടുന്നത് സുന്ദര പ്രണയമായിരിക്കുമെന്ന് അനുഭവങ്ങൾ നമ്മോട് പറയുന്നു. അനുഭവം സിനിമയായും കഥയായും നോവലായും ഹൃദയങ്ങളിലേക്ക് പകർന്നെത്തുമ്പോൾ നിശ്ചയമായും 2 തരത്തിൽ തകരുന്ന പ്രണയങ്ങളാണ് കാഴ്ചയാകുന്നത്. ഒന്ന്, വിവാഹത്തിലേക്ക് എത്തുന്ന മാത്രം മുതൽ പ്രണയം മരിക്കുന്ന കാഴ്ച. മറ്റൊന്ന്, പ്രണയിച്ചവർ തന്നെ വിവാഹിതരായി പ്രണയത്തെ കൊലയ്ക്ക് കൊടുക്കുന്ന കാഴ്ച. വിവാഹശേഷമുള്ള ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ എവിടെയാണ് പ്രണയമുള്ളത്? അല്ലെങ്കിൽ ആരാണ് പ്രണയിക്കുന്നത്? പ്രണയിനിക്ക് വേണ്ടി സ്മാരകങ്ങൾ നിർമ്മിച്ചുയർത്തി ചരിത്രത്തിൽ ഇടം നേടിയവർ, പ്രണയിച്ചവനു വേണ്ടി നഗരിയെ ചുട്ടു ചാമ്പലാക്കി മനുഷ്യർ ഇല്ലാതാകുന്നതുവരെ പ്രണയ ഓർമ്മകൾ സമ്മാനിച്ചവർ, മനുഷ്യൻ്റെ ഉൽപ്പത്തിയും വളർച്ചയുമെല്ലാം പ്രണയത്തിൽ അധിഷ്ഠിതമാണ്. ഭാഷയും സംസ്കാരവും ഒന്നും ആണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തിന്, ഇഷ്ടത്തിന് തടസ്സമായിട്ടില്ല. ലോകത്തിൻ്റെ ഇങ്ങേയറ്റത്തുള്ള ആണോ പെണ്ണോ, അങ്ങേയറ്റത്തുള്ള പെണ്ണിനെയോ ആണിനെയോ, ജാതി മത വർണ്ണ വർഗത്തിനപ്പുറം, ഭാഷയ്ക്കുമപ്പുറം ഇഷ്ടപ്പെടുന്നത് പണ്ടും ഇപ്പോഴും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതെ, ഫെബ്രുവരി 14 ലോക പ്രണയ ദിനം, വാലന്റൈൻസ് ഡേ. എന്നാൽ ഫെബ്രുവരി 7 മുതൽ ഓരോ ദിവസത്തിനും പ്രത്യേകതകളുണ്ട്. റോസ് ഡേ, പ്രപ്പോസ് ഡേ, ചോക്ലേറ്റ് ഡേ, പ്രോമിസ് ഡേ, ഹഗ് ഡേ, കിസ് ഡേ തുടങ്ങി പ്രണയത്തിൽ അവസാനിക്കുന്ന വാലന്റൈൻസ് ഡേ. റോമിൽ 3-ാം നൂറ്റാണ്ട്, ക്ലോഡിയസ് ചക്രവർത്തിയുടെ ഭരണകാലം. സൈനികരുടെ വിവാഹത്തെ എതിർത്ത ചക്രവർത്തിയുടെ തീരുമാനത്തെ അവഗണിച്ച് രഹസ്യമായി വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുകയും പ്രണയത്തിൻ്റെ പേരിൽ അങ്ങനെ കൊല ചെയ്യപ്പെടുകയും ചെയ്ത വാലന്റൈൻ എന്ന പുരോഹിതൻ്റെ ഓർമ്മ, വാലന്റൈൻസ് ഡേ. അതെ, വാലന്റൈൻ്റെ ഓർമ്മയിലാണ് ലോകം മുഴുവൻ പ്രണയദിനം ആഘോഷിക്കുന്നത്. എന്നാൽ ഈ പ്രണയദിനമെന്ന കലണ്ടർ അടയാളമൊക്കെ വരുന്നതിന് മുമ്പും ഭൂമിയിൽ പ്രണയമുണ്ടായിരുന്നു. പ്രണയമുണ്ടായി, പ്രണയകാവ്യമുണ്ടായി, മനോഹരമായി പ്രണയത്തെ അടയാളപ്പെടുത്തിയ സിനിമകളുണ്ടായി. ലോകം അവസാനിക്കുന്നതുവരെ പ്രണയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വയലാറും ദേവരാജനും യേശുദാസും പാടിപ്പറഞ്ഞതുപോലെ, മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ? ഈ വർണ്ണ സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? വസുന്ധരേ, കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ? 50കളുടെ പകുതി നമുക്ക് സമ്മാനിച്ച നീലക്കുയിലിലെ എല്ലാരും ചൊല്ലണ് മുതൽ 2026 പിറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ പുതുമഴ പോലെ വീണൊരാൾ, അരികിലിരുന്ന രാത്രിയിൽ വരെ മലയാളത്തിൽ പ്രണയം പറയുമ്പോൾ
ലോകം മുഴുവൻ പ്രണയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജാതിയില്ലാതെ, മതമില്ലാതെ, നിറമില്ലാതെ, അതിരുകളില്ലാതെ പ്രണയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. യൗവനവും കൗമാരവും വാർദ്ധക്യവും പ്രണയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് പ്രണയം. അതെ, ഇന്ന് പ്രണയദിനം.